അപ്പോൾ വീണ്ടും എത്തി കുറേ പൂക്കളുമായിട്ട്. എല്ലാവർക്കും അറിയുന്ന പൂക്കൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പല വെറൈറ്റി ഇപ്പം നമ്മളുടെ ചുറ്റുപാട് അവൈലബിളാണ്. ഒരുപാട്. അതിൽ കുറച്ച് വെറൈറ്റീസ് കാണിച്ചു തരാം കേട്ടോ. ചെത്തി തെച്ചി എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് ഇത്. നല്ല ഡാർക്ക് റെഡിലാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ നല്ല സൂര്യപ്രകാശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് തോന്നുന്നതാണ്. ഇത് ഡാർക്ക് കളറിലാണ് വരുന്നത് കേട്ടോ. നമ്മളെ നാടൻ പൂവിൻ്റെ ഒരു എന്താ പറയുക, മരുന്ന് ചെത്തിരൊക്കെ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇലയും പൂവും കായൊക്കെ വന്നിരിക്കുന്നത് അതുപോലെയാണ്. പല ചെത്തിക്ക് പല ടൈപ്പിലുള്ള ഇലകളാട്ടോ, കളർ ചേഞ്ച് വരുന്നതിനനുസരിച്ച്. ഇത് നോക്കിയേ, ഒരു വെറൈറ്റി കളർ ചെത്തി. വളരെ റെയറായിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ചെത്തി. മുട്ടും പൂവൊക്കെ ചെത്തിരൊക്കെ പോലെ തന്നെയാണെങ്കിലും അതിൽ ഇതളുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, ഇലകൾക്കും വ്യത്യാസമുണ്ട്, ഉണ്ടാകുന്ന ഷേപ്പിന് വ്യത്യാസമുണ്ട്. കൊലകുത്തി തന്നെയാണ് കായ്ക്കുന്നതെങ്കിലും അതൊരു നീളത്തിൽ കൊല പോലെ പോയിട്ട് ഒരു വയലറ്റ് ചെത്തി നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ കൊടുത്തിരുന്നു, അതിൻ്റെ പോലെയാണ്. മുട്ടും പൂവൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണെങ്കിലും വയലറ്റ് ചെത്തിര പോലെ ഒരു നീളത്തിൽ തണ്ട് പോയിട്ട് അതുമ്മലാണ് കൊലകുത്തി കായ്ക്കുന്നത്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. സെൻറ്ററിലൊരു ഓറഞ്ചും ചുറ്റുപാട് യെല്ലോ ആയിട്ട് നല്ലൊരു പീച്ചും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കളറ് ഈ ഒരു കൊലയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഷോ ആയിട്ട് അകലേക്ക് ഞാൻ വിചാരിച്ചു എന്തോ പ്ലാസ്റ്റിക് പോവാന്ന്. അതേപോലെയാണ് അകലെ നമ്മളിത് കാണുമ്പോൾ. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇതിനെ കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു വെറൈറ്റി കളറാണ്. പീച്ചും റോസും കൂടി രണ്ട് കളറാണ് ഈ കാണുന്നത്. മെജന്തയും പിന്നെ ഇത് റോസും പീച്ചും കൂടിയത്. അങ്ങനെ രണ്ട് കളറ് മിക്സായിട്ട് രണ്ട് ചെടിയാട്ടോ, അത് ഒറ്റ ചെടിയല്ല. അപ്പോൾ ഇത് നല്ല കടുത്ത റോസും ഇതായിട്ടാണ് അത് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തൊരു രസമാണെന്നറിയോ. ഇതും കൊലകൊലമായിട്ട് നല്ലോണം കഴിക്കുന്നുണ്ട്. ഈ ഒരു ചെത്തിക്ക് അല്ലെങ്കിൽ തെച്ചി എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിന് ഞങ്ങളിവിടെ ചെത്തി എന്നുണ്ടാ പറയുക. അപ്പോൾ ഈ ഒരു വസ്തു എല്ലായിടത്തും കൊലയായിട്ട് തന്നെയാണ് കഴിക്കുക. പിന്നെ നേരത്തെ ഉണ്ടല്ലേ ലൈറ്റ് റോസ്, ഇത് നോക്കിയ പീച്ച് കളറ്. പീച്ചും യെല്ലോവും കൂടി രണ്ട് കളറ് ഒരു കൊലയിൽ വരുന്നുണ്ട്. എപ്പോഴും ഒരു പോകുമ്പോൾ തന്നെയും ചിലത് രണ്ട് കളറ് വരുന്നുണ്ട്. കണ്ടോ കണ്ട, നല്ല രസമുണ്ട് അല്ലേ. അത് മറ്റൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്, ഇത് റോസ് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്, ഇത് പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ റോസ് തന്നെ ലൈറ്റും ഡാർക്കും ഉണ്ട്, വളരെ ലൈറ്റായിട്ട്. ഇത് കുഞ്ഞൻ ഇലകളോട് കൂടി ഇങ്ങനെ കട്ടയായിട്ട് കുറ്റിച്ചെടിയായിട്ട്. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റാണ്. കണ്ടോ, വൈറ്റ് നല്ല ഭംഗിയുണ്ട്. ഇത് നിറച്ച് ഉണ്ട പോലെ ബൊക്കേ പോലെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് വലിയ മരമാവുന്ന ചെടിയാട്ടോ. ഈ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, ചന്ദന കളറ്, അതുപോലെ അതിലൊരു പീച്ച് മിക്സ് യെല്ലോവും കൂടിയായിട്ടുള്ള ഈ കളർ വന്നിരിക്കുന്നത്. പിന്നെ ഇത് നേരത്തെ കണ്ടതിൻ്റെ തന്നെ, പക്ഷെ അത്രക്ക് വലുപ്പമില്ല. കൊലകളൊക്കെ ചെറുതായിട്ട് കുറേ കായ്ക്കുന്നുണ്ട്, പക്ഷെ കുറച്ചായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് വേറൊരു ഇനം തന്നെയാണത്. കാരണം ഇത് ഭയങ്കര വലിയ കൊലകളായിട്ട് വരുന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഇതളുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ നടുക്ക് വരുന്ന അരികളില്ലേ, ഒരു യെല്ലോ കളറിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അകലേക്ക് നമുക്ക് യെല്ലോ ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുട്ടുകളൊക്കെ സെയിം ഇതേപോലെ തന്നെയാണ് കേട്ടോ കാണുന്നത്. മറ്റു ചെത്തികളുടെ പോലെ തന്നെയാണ് കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. കുറച്ചാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇനി വേറൊരു വെറൈറ്റി കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന മരുന്ന് ചെത്തി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നല്ല റെഡ് കളറിൽ. അതും ഇതേപോലെയാണ്. അധികം ഭയങ്കര ഉണ്ടായിട്ട് കൊലകുത്തി കഴിക്കില്ല. അടുത്തൊരെണ്ണത്തെ കാണിച്ചു തരാം, വരൂ. യെല്ലോ, നല്ല യെല്ലോ കളറിൽ. എന്ത് രസമാണ് കാണാമെന്നറിയോ. കണ്ടോ, ഒരു ചന്ദന കളറും യെല്ലോ, പക്ഷേ യെല്ലോ ആണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന. അകലേക്കും നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴും യെല്ലോ ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. കണ്ടോ, നല്ലൊരു മഞ്ഞ. ഇത് വലിയ കൊലകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുറേ പൂക്കൾ. ഞാനിപ്പോൾ ഒരു വലിയ കൊലയായിരുന്നു, അതിനെ കയ്യിലെടുക്കാൻ നോക്കിയപ്പോൾ കുറച്ച് ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി. അത് കാരണം
എനിക്ക് വിഷമമായി. കാരണം പൂക്കൾ ഒരിക്കലും നമ്മൾ കണ്ട ഒരു ഭാഗം തന്നെ കട്ട് ചെയ്ത് പോയ പോലെ പൂക്കൾ നമ്മൾ ഒരിക്കലും പൂക്കൾ ഇറുക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്നറിയോ, 2 കളറ് അത് ശരിക്കും അകലേന്ന് നമുക്ക് നോക്കുമ്പോഴും അടുത്ത് വന്നാലും 2 കളറായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ചിലത് അങ്ങനെ കാണിക്കാറില്ല. ചില ചെത്തികൾ ഇപ്പോൾ ഡാർക്ക് റെഡും അതേപോലെ റോസ് അങ്ങനെയുള്ള വൈറ്റ് അങ്ങനെയുള്ള കളർ ഒറ്റ കളറായിട്ടേ കാണിക്കുന്നുള്ളൂ. ഇത് 2 കളറ് എടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ കൊലകളിലും 2 കളർ എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇത് ഫസ്റ്റ് വിരിയണതാണ് ഒരു കളറ്, പിന്നെ നിന്ന് മൂത്ത് വരുന്നതിനാണ് ഈ ഡാർക്ക് കളർ വരുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന 2-3 തരം ചെത്തികളുണ്ട്, പണ്ടത്തെ പഴമക്കാരുടെ. ആ ചെത്തികളിലൊന്നും ഇതുപോലെ വിരിഞ്ഞ് വരുമ്പോൾ ഒരു കളർ അങ്ങനെയൊന്നും വരാറില്ല, ഒറ്റ കളർ. ഇപ്പം തന്നെ ഡാർക്ക് റെഡിൽ നമ്മൾ നേരത്തെ കണ്ടില്ല, അതിനൊന്നും അങ്ങനെ വരുന്നില്ല. റോസ് പീച്ച് അതിനൊന്നും വരുന്നില്ല. ചെത്തിയുടെ വർഗ്ഗത്തിലെ വേറൊരു സംഭവമാണ്. പക്ഷേ ചെത്തി പോലെ തന്നെ ഉള്ള ചെത്തിയുടെ വർഗ്ഗം തന്നെയാണ്, ചെത്തി പോലത്തെ ഒരു ചെടിയാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇലകൾക്കും. അതൊരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ എന്ന് പറയാം. അതേ രൂപത്തിലാണ് ഈ മരമായി വളരുന്ന ചെടിയാണ്. ഒരുപാട് ഒട്ടുമിക്ക വീടുകളിലും വളർത്തും. കാരണം ഇത് നിറച്ച് പൂട്ടാൻ നല്ല ഭംഗിയാകല്ലേ എന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് സെറ്റ് ചെയ്ത് നിർത്തി അതിനേക്കാൾ ഭംഗി. ഇതേ വേറൊരു ചെത്തിയാണ്. ചെടി ഈ കുഞ്ഞൻ ചട്ടികളിൽ വരുന്ന കുഞ്ഞ് പിക്കിട് ഇലകളായിട്ട് വരുന്നതാണ്, നിറച്ച് പൂക്കും. ഇതിനെ നമ്മൾ നല്ല ഉണ്ടയാക്കി സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശരിക്ക് ഒരു ചുവന്ന ഉണ്ട ഒരു ഇത് നിൽക്കണ പോലെ നമുക്ക് തോന്നും. ഈ പച്ച ഇലകളൊക്കെ അധികം ഉണ്ടാവില്ല, കംപ്ലീറ്റ് മൂടിപ്പോവും. അതേ രൂപത്തിൽ എല്ലാ ഓരോ കൂമ്പിലും കഴിക്കും. കൂമ്പുകളിൽ നിന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ശരിക്ക് ഇതിനെ നന്നായിട്ട് ശുശ്രൂഷിക്കുക എന്നുണ്ടെങ്കിൽ വെട്ടി സെറ്റ് ചെയ്ത്, പണ്ടൊരു ബുഷ് ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതിനെ വെട്ടി സെറ്റ് ചെയ്യണ പോലെ നമ്മളിതിനെ വെട്ടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇയാളെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, അശോക ചെത്തി എന്ന് പറയും ചില സ്ഥലത്ത്. പക്ഷേ ഇതല്ല ഒറിജിനൽ അശോക ചെത്തി. പൂജയ്ക്കൊക്കെ അമ്പലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് ഈ ചെത്തി തന്നെയാണ്. മാല കെട്ടാനും അതുപോലെ ഇങ്ങനെ പൂജയ്ക്ക് ആവശ്യത്തിനൊക്കെ കൊണ്ടുപോകണ ചെത്തി തന്നെയാണെങ്കിൽ പോലും അശോക ചെത്തി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇതല്ല അശോക ചെത്തി. അപ്പോൾ കുറേ ചെത്തികൾ ഇന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. കമൻറ്റും ചെയ്യുക എന്തെങ്കിലും വ്യത്യാസമുള്ളതിന്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.